പാലക്കാട് എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ പ്രതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. വീട്ടിൽ നിന്ന് ഹാഷിഷ് കണ്ടെടുത്തിട്ടില്ല എന്നും ഷോജോ ആത്മഹത്യ ചെയ്യില്ലെന്നും ഭാര്യ ജ്യോതി പറഞ്ഞു. ഇടുക്കി സ്വദേശി ഷോജോ ജോണിനാണ് ലോക്കപ്പിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 കിലോ ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഷോജോ ജോണിനെ എക്സൈസ് പിടികൂടിയത്. ഇവർ വന്നത് ഒരു 5:30 മണിയാകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവർ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് സംസാരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഒരു 7:30 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളോട് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ജാമ്യത്തിന് ശ്രമിക്കേണ്ട, 60 ദിവസം കഴിയാണ്ടതിൽ ജാമ്യം കിട്ടില്ല, നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയി. ശരി, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കിന്ന് രാവിലെ ആവണ്ടേ. പക്ഷെ രാവിലെ 7 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഫോൺ വന്നു, ഇന്നുമാതിരിയാണ് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് 10 മിനിറ്റ് കൂടെ വേണ്ട ഇവിടെ എത്താൻ. അങ്ങനെ ഇവർ പറയണ പോലെയാണെന്നുണ്ടെങ്കിലും മോർച്ചറിയിലേക്ക് ബോഡി വരേണ്ട സമയമായിട്ടില്ലല്ലോ. ശരിയല്ലേ? അവിടെ ഹോസ്പിറ്റലിലല്ലേ ഉണ്ടാവേണ്ടത്. രാവിലെ മരിച്ചു എന്ന് പറഞ്ഞില്ല, ഒരു അബദ്ധം കാണിച്ചു എന്ന് മാത്രം. ഇവിടെ വന്നിട്ടാണ് മരിച്ചു എന്ന് തന്നെ പറഞ്ഞു. ഫോൺ ചെയ്ത് മരിച്ചു അതും പറഞ്ഞിട്ടില്ല. അവര് ഇന്ന സമയമേ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ പറഞ്ഞു. അതും ഇവിടെ വന്നിട്ടാണ് മരിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ എവിടെയാണ് എന്താണ് ചോദിച്ചപ്പോഴാണ് ആ സംശയമുണ്ട്. കാരണം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. ഒരു കേസ് വന്നു, ശരിയാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ആ കേസിൽ നമ്മുടെ സത്യസന്ധത തെളിയിക്കാനുള്ള സമയമുണ്ടല്ലോ, അത് തെളിയിക്കാം. ഇനിയിപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും ആണെങ്കിലും അതിനുള്ള ശിക്ഷയല്ലേ കിട്ടുള്ളൂ. ഒരാൾ സ്വന്തം ജീവൻ എന്തായാലും കളയുമോ, സ്വന്തം ഭാര്യയും മക്കളെയും വിട്ടിട്ട്? അതേ അവരുടെ പുള്ളിയുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ വണ്ടിയിൽ ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് എല്ലാവരോടും ചോദിക്കാറിയാം. അവിടെ ഞങ്ങളോടുത്ത ആൾക്കാരാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്ത, അങ്ങനെ ഉണ്ടെങ്കിലെങ്കിലും ശരിയെന്ന് പറയാം. സംശയമുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുകാർ വന്ന ശേഷം ഞങ്ങൾ പരാതി കൊടുക്കും. അപ്പോൾ എനിക്ക് തനിയെ അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. കാരണം ഞാനും എൻ്റെ മക്കളും അനാഥയായ പോലെയായി. 3 പെൺകുട്ടികളും വെച്ച് നമ്മളെ മുന്നിട്ടുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 കുട്ടികളാണ്. ചെറിയ കുട്ടിക്ക് 5 മാസം ആവണേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടികളെ വിട്ട ഒരു അച്ഛനെന്ന നിലയ്ക്ക് സൂയിസൈഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ഇവരത്രമാത്രം പുള്ളീനെ തല്ലി, ചിലപ്പോൾ എന്തെങ്കിലും മനുഷ്യന്റെ കാര്യമല്ലേ, തല്ലിയിട്ട് എന്തെങ്കിലും ആയ ശേഷം ഇവർ കെട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, കുടുംബം ആരോപിക്കുന്നത് ഇത് ആത്മഹത്യ അല്ല എന്നാണ്. എന്തൊക്കെയാണ് ഭാര്യയുടെ സംശയങ്ങൾ? ഇയാളെ വീട്ടിൽ നിന്ന് പിടിക്കുമ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണോ കുടുംബം? രേണുക, ഇന്നലെയാണ് ഷോജോ ജോണിനെ പാലക്കാടുള്ള വാടക വീട്ടിൽ നിന്ന് എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 2 കിലോ ഹാഷിഷും കണ്ടെത്തിയിരുന്നു. ഇയാളുടെ കൈവശം ഹാഷിഷ് ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് പാലക്കാട് റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തി സാധനം കൈയോടെ പിടികൂടുകയും അതിനുശേഷം ഇയാളെ ഈ പാലക്കാടുള്ള റേഞ്ചിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതായത് എക്സൈസിൻ്റെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലെ രാത്രിയിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെയോടുകൂടിയാണ് ഇത് വീട്ടുകാരെ അറിയിച്ചത്, ഷോജോ ജോൺ മരിച്ച കാര്യം അറിയിക്കുന്നത്. തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് എക്സൈസ് അധികൃതർ പറയുന്നത്. പക്ഷേ തൂങ്ങി മരിക്കാനുള്ള സാധ്യതയില്ല, അയാൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഭാര്യ ജ്യോതി പറയുന്നത്. കാരണം ഒരു കേസുണ്ട്, ഇങ്ങനെ ഇത് പിടികൂടി എന്നുള്ളത് ഒരു കേസ് നിലവിലുള്ളത് കൊണ്ട് അയാൾ മരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ സ്വഭാവം, അങ്ങനെ ഒരു മനോഭാവമുള്ള ആളല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പോലീസിന് പരാതി നൽകിയിരുന്നു. അതായത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഉൾപ്പെടെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷോജോ ജോണിൻ്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഉത്തരവായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവും. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ പരാതി നൽകും എന്നാണിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇയാളുടെ കയ്യിൽ നിന്ന് ഹാഷിഷ് പിടിച്ചതാണ്, ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും എക്സൈസ് ഉള്ളത്. ഇയാളുടെ മൃതദേഹം ഇപ്പോഴും ഇവിടെ ജില്ലാ ആശുപത്രിയിലുണ്ട്. ഇടുക്കി സ്വദേശിയായ ഷോജോ ജോൺ ഇവിടെയാണ് ഇപ്പോൾ താമസം. ഭാര്യയുടെ വീട് പാലക്കാടാണ്. പാലക്കാട് ഒരു വാടക വീട്ടിൽ 3 പെൺകുട്ടികളും ഭാര്യയുമൊത്താണ് ജീവിക്കുന്നത്. ഇതിനിടയിലാണ് രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എക്സൈസ് സംഘം പരിശോധന നടത്തിയിട്ടുള്ളത്. എന്തായാലും വിനേഷ്, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു എന്ന വിവരം കുടുംബം ഇപ്പോൾ പൂർണ്ണമായും നിഷേധിക്കുകയാണോ? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം?
ലോക്കപ്പ് സംവിധാനമുള്ള സ്റ്റേഷനിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത്. അവിടെ സെല്ലിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കാണുന്നത്. ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്നുള്ള മരണമെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് എന്താണ്? ഇവിടെ അതായത് ഈ സംഘം ഇന്നലെ ഇവരുടെ വീട്ടിൽ, അതായത് പിന്നെ ഷോജോ ജോണിൻ്റെ വീട്ടിൽ, വാടക വീട്ടിൽ പരിശോധന നടത്തുന്നു. ഈ 3 പെൺകുട്ടികളെയും ഭാര്യയും മറ്റൊരു റൂമിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയ ശേഷമാണ് ഇവിടെ പരിശോധന നടത്തി ഇവിടെ നിന്ന് ഇത് കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ടെത്തിയതായിട്ടൊന്നും താൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഹാഷിഷ് പിടികൂടിയതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ജ്യോതി പറയുന്നത്. പക്ഷേ പോലീസ് ഇന്നലെ തന്നെ, എക്സൈസ് ഇന്നലെ തന്നെ കൃത്യമായി തന്നെ ഇത് പിടികൂടിയ വിവരം മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തതാണ്. ഇന്ന് രാവിലെ പത്രങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വാർത്തയും വന്നതാണ്. കൃത്യമായി തന്നെ അവർ ഇത് പിടികൂടിയ വിവരം യഥാസമയം തന്നെ മാധ്യമങ്ങളെയും മറ്റും അറിയിച്ചതുമാണ്. ഇയാളെ മർദ്ദിക്കുകയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇയാൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായതിനെ തുടർന്ന് മനംനൊന്തായിരിക്കണം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഈ എക്സൈസിനാണ്. അതുകൊണ്ട് തന്നെ 2 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 2 എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. പോലീസ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാനുള്ള ഉത്തരവാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കുടുംബവും ബന്ധുക്കളും. തീർച്ചയായും തങ്ങളുടെ ഏക ആശ്രയം ആയിരുന്നു ഭർത്താവ്. അത് നഷ്ടപ്പെട്ടു. എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക കൂടി അവർ പങ്കുവെക്കുന്നത് കണ്ടു. 3 പെൺകുട്ടികളാണ്. 5 മാസം മാത്രം പ്രായമായ ഇളയ കുഞ്ഞിന്റെ കാര്യമൊക്കെ അവർ പറയുകയാണ്. വിനേഷ്, ഈ ഷോജോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ? ട്രക്ക് ഡ്രൈവർ എന്ന് പറയുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ എന്തെങ്കിലും പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇതുപോലെയുള്ള സമാനമായ കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ടോ അയാൾക്ക്? എന്തായാലും ആ തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ട്രക്ക് ഡ്രൈവറാണ്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. മറ്റേതെങ്കിലും രീതിയിൽ ഇങ്ങനെ കഞ്ചാവോ അതുപോലെ തന്നെ ഹാഷിഷോ മറ്റ് സാധനങ്ങൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പേരിൽ കേസുകളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇടുക്കി സ്വദേശിയാണ്. ഇപ്പോൾ അവരുടെ ഭാര്യ ജ്യോതി പറയുന്നത് ഇടുക്കിയിൽ നിന്ന് ഇയാൾ സ്ഥിരമായി ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരാറുണ്ട്, പാലക്കാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്കും പോകാറുണ്ട്. ഇത് കഞ്ചാവ് കടത്തുന്നതിനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇയാൾ ഇടുക്കിയിൽ നിന്ന് ഈ ഹാഷിഷ് ഓയിലും കൊണ്ടിങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസുകാർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ കടത്തുന്ന ഒരാളല്ല. ഒപ്പം തന്നെ ഭയങ്കര ആത്മധൈര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇനി അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഒപ്പം തന്നെ ഇയാൾക്ക് വേറെ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ തന്നെയുള്ള ഈ കള്ളക്കടത്തുമായി ഡ്രഗ്സിൻ്റെ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് കേസുകൾ ഇയാളുടെ പേരിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് വിശദമായി അന്വേഷിച്ച ശേഷമായിരിക്കും പുറത്തു വരിക. ശരി, എന്തായാലും ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. ഈ ആരോപിക്കുന്നത് പോലെ ഹാഷിഷ് ഓയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്നവർ പറയുന്നു. ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. എന്തൊക്കെ സംഭവിച്ചു എന്നതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രാഥമികമായ അവർ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്ന കാര്യം ആലോചിക്കും എന്നും ഭാര്യ പറയുന്നു. എന്തായാലും ഈ സംഭവത്തിൽ 2 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. എസ് വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. അതിനുശേഷം മലപ്പുറം അരീക്കോട് വിദേശ ഫുട്ബോൾ താരത്തെ ആക്രമിച്ചതിൽ 15 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം.